തൃശൂർ ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ വെടിവെച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് വെറ്റിലപ്പാറ ഭാഗത്ത് നിന്ന് ആനയെ കണ്ടെത്തിയിരുന്നു. 2 ദിവസം മുൻപ് ആന ഉണ്ടായിരുന്ന തുരുത്തിൽ തന്നെയാണ് മറ്റ് 2 ആനകൾക്കൊപ്പം ഈ ആനയെയും കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ ഈ 50 പേരടങ്ങുന്ന സംഘം 3 വഴികളിലായൊക്കെ തിരിഞ്ഞ് ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ ആരംഭിച്ചിരുന്നു. ഈ മസ്തകത്തിന് പഴുപ്പേറ്റ മസ്തകത്തിൽ മുറിവേറ്റ് പഴുപ്പ് പുറത്തു ചാടുന്ന നിലയിലായിരുന്നു ആനയുടെ നില. അപ്പോഴും ഈ ആനയുടെ ആരോഗ്യം വെടിവെച്ചതിന് ശേഷം ആനയുടെ ആരോഗ്യനില എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആനയ്ക്ക് മയക്കുവെടി വെച്ചിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആനയുടെ ആരോഗ്യസ്ഥിതി, അതിൽ ആശങ്കയുണ്ടോ? വർഷ, ആനയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി ആശങ്കപ്പെടേണ്ടതില്ല. ആനയ്ക്ക് ചികിത്സ ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാൻ കഴിയുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മറുകരയിലാണ്. കാരണം ആന ആ വശത്തേക്കാണ് ആന നേരത്തെ കയറിപ്പോയത്. ഇവിടെ നിന്നും നമ്മൾ ഈ കാണുന്ന ഇതിന് പിന്നിൽ കാണുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം അകലെ മുനിത്തടം എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്. മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഇപ്പോൾ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആനയെ ആദ്യം കണ്ടെത്തിയത് മുനിത്തടം ഭാഗത്തേക്ക് പോയ ആനയെ ആദ്യം ഒരു മയക്കുവെടി വെച്ചിരുന്നു. അതിനുശേഷം തുടർന്ന് അങ്ങനെ ആകെ 4 മയക്കുവെടികളാണ് വെച്ചത്. ആദ്യത്തെ മയക്കുവെടി ആനയ്ക്ക് ഏറ്റെങ്കിലും കാര്യമായ മാറ്റമൊന്നും ആനയ്ക്കുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് അടുത്ത മയക്കുവെടി വയ്ക്കുന്നു. അങ്ങനെ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച ക്ഷേത്രത്തിന് അല്പം അകലെയായി 4ാമത്തെ മയക്കുവെടി വയ്ക്കുന്നു. ഈ 4ാമത്തെ മയക്കുവെടിയിലാണ് ആനയ്ക്ക് കാര്യമായ രീതിയിൽ തന്നെ മയങ്ങിയതായി വ്യക്തമായത്. തുടർന്ന് ആന ഈ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിയപ്പോൾ വ്യക്തമായി തന്നെ ആന മയങ്ങി തുടങ്ങിയിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഈ മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ആനയെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ തന്നെ നിർത്തിക്കൊണ്ട് ആനയ്ക്കുള്ള ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു. 9:15 ആനയ്ക്ക് ചികിത്സ നൽകി തുടങ്ങി. ഈ ആനയെ പരിക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് അറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മസ്തകത്തിനേറ്റ പരിക്ക് വളരെ ഗുരുതരമായൊരു പരിക്കാണ്. ഈ പരിക്കാണ് ആനയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ പരിക്ക് ചികിത്സിക്കുക എന്നതാണ് വനംവകുപ്പിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടും ആന കൃത്യമായി തന്നെ ഓരോ സ്ഥലത്തേക്ക് സഞ്ചരിച്ചിരുന്നു എന്നതുകൊണ്ടും കഴിഞ്ഞ 2 ദിവസങ്ങൾ ഈ ആനയെ കാണാനുണ്ടായിരുന്നില്ല. ഒരു 48 മണിക്കൂറോളം തുടർച്ചയായി തെരച്ചിൽ നടത്തിയിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ ആനയെ കണ്ടെത്താൻ സാധിച്ചത്. രാവിലെ 7 മണിയോടുകൂടി തുരുത്തിന് സമീപത്തും 2 ദിവസം മുൻപ് കണ്ടിരുന്ന ആ ഒറ്റപ്പെട്ട ഒരു തുരുത്തുണ്ട്. ആ ഒറ്റപ്പെട്ട തുരുത്തിന് സമീപത്ത് തന്നെ ഇന്ന് ആനയെ കണ്ടെത്തിയിരുന്നു. ആ തുരുത്തിൽ നിന്നും പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഈ ആനയ്ക്കൊപ്പം മറ്റ് 3 ആനകൾ കൂടി ഉണ്ടായിരുന്നു. ഒരു ആനക്കൂട്ടമായിരുന്നു. കാരണം ഈ ആന പരിക്കേറ്റത് കൊണ്ട് തന്നെ ആനയ്ക്ക് ഒരു പക്ഷേ ഭയമുണ്ടാകാം. ആ ഭയം കൊണ്ടായിരിക്കണം ആനക്കൂട്ടത്തിനൊപ്പം തന്നെ സഞ്ചരിച്ചിരുന്നത്. ആ സഞ്ചാരത്തിനിടയിലാണ് രാവിലെ ആനയെ കണ്ടെത്തുന്നത്. പിന്നീടുള്ള ദൗത്യം ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതായിരുന്നു. ചികിത്സയുടെ ഭാഗമായി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തു നിന്നുമാണ് പിന്നീട് അവിടെ നിന്നും ഉള്ളിലേക്ക് ആന നീങ്ങുകയായിരുന്നു. ഇവിടെ, അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഭാഗത്താണ് ആനയെ ഒറ്റപ്പെട്ട ആദ്യം കണ്ടത്. കാരണം ഈ ആനക്കൂട്ടത്തിൽ നിന്ന് മാറി അല്പം മുന്നോട്ട് ആന വരികയായിരുന്നു. ഇതിൽ നിന്നും ഈ ദൃശ്യത്തിൽ കാണുന്നതിൻ്റെ കുറച്ച് ഒരു 200 മീറ്ററോളം ഇടത് ഭാഗത്തായിരുന്നു ആദ്യം ആനയെ കണ്ടെത്തിയിരുന്നത്. അവിടെ നിന്ന് ഈ ആന മാത്രം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ മസ്തകത്തിന് പരിക്കേറ്റ ആന മാത്രം മുന്നിലേക്ക് വരികയും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തുനിന്നും അല്പം ഉള്ളിലേക്ക് ഈ പ്രദേശത്തേക്ക്, ഈ കാടിനുള്ളിൽ ഭാഗത്തേക്ക് കയറി പോവുകയുമായിരുന്നു. അങ്ങനെ പോയ ആനയെ 7 മണി മുതൽ തന്നെ നിരീക്ഷണ വലയത്തിൽ നിർത്തിക്കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ ദൗത്യമാണ് ഒരു 8:30 അത് വിജയത്തിലേക്ക് എത്തിയത്. അങ്ങനെ 8:30 കഴിഞ്ഞപ്പോഴേക്കും ആനയെ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചു. ആദ്യം 8:30 മയക്കുവെടി വെച്ചു. തുടർന്ന് അല്പ ഇടവേളകളിൽ 4 തവണ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചു. അതിൽ 2 ഡോസ് മരുന്നാണ് ഉപയോഗിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ അല്പസമയത്തിനകം ക്ഷേത്രത്തിനടുത്ത് മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്ത് എത്തിയപ്പോഴേക്കും ആന മയങ്ങിയിരുന്നു. അങ്ങനെ അവിടെ നിർത്തിക്കൊണ്ടാണ് ആനയ്ക്ക് ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സ ആരംഭിച്ചതായി 9:15 വനംവകുപ്പ് സ്ഥിരീകരിച്ചു. അങ്ങനെ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഒരു 50 അംഗ വനംവകുപ്പ് സംഘം നടത്തിയ ഒരു ദൗത്യം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആനയ്ക്ക് ചികിത്സ നൽകിയ ശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ആനയെ പോകാൻ അനുവദിക്കാനുള്ളൊരു സാധ്യത. എന്തായാലും ആനയ്ക്കിപ്പോൾ വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വർഷ, തിയോഫിൻ, ഇപ്പോൾ ഈ മറ്റ് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ ആനയുടെ ദേഹത്ത്?
ആനയുടെ ശരീരത്തിൽ മറ്റ് പരിക്കുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആനയ്ക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആന കൃത്യമായി ഈ സമയങ്ങളിലെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. കാരണം ആ മസ്തകത്തിനേറ്റ മുറിവ് മാത്രമാണ്. പക്ഷേ അത് അല്പം ക്രൂഷ്യലായ മുറിവാണ്. കാരണം അത് ഗുരുതരമായ മുറിവായി പരിക്കായി തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഒക്കെ കാണുന്നത്. കാരണം അതുകൊണ്ടാണ് എത്രയും വേഗം ആ പരിക്കിന് ചികിത്സ നൽകുക എന്നത്. മറ്റൊരു ഗുണമുള്ളത് ഈ പരിക്ക് മസ്തകത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ആനയെ നിർത്തി ചികിത്സ നൽകാൻ വളരെ പ്രയാസമില്ല. കാരണം സ്റ്റാൻഡിംഗ് പൊസിഷനിൽ തന്നെ നിർത്തിക്കൊണ്ട് ആനയുടെ മസ്തകത്തിന് ചികിത്സ നൽകാം. ഒരുപക്ഷെ ആനയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ വശങ്ങളിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഈ ആനയെ ഏത് ഭാഗത്താണ് ചികിത്സ നൽകുക, അല്ലെങ്കിൽ ഒരു ഭാഗം കിടത്തിയോ മറ്റോ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം വന്നാലും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളെല്ലാം ഒഴിവാണ്. ഈ വിഷയത്തിൽ ആനയെ നിർത്തിക്കൊണ്ട് തന്നെ ആ മസ്തകത്തിലേക്ക് വേണ്ട ചികിത്സ നൽകുക, ഡ്രിപ്പോ മറ്റോ എന്തെങ്കിലും വേണം. കാരണം എന്തെല്ലാം ചികിത്സകളാണ് നൽകുന്നതെന്ന് വനംവകുപ്പ് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ നിൽക്കുന്ന ഈ കരയുടെ മറുഭാഗത്ത്, പുഴയുടെ മറുകരയിൽ ആ കാണുന്ന ഭാഗത്തു നിന്നും ഒരു 1.5 കിലോമീറ്ററോളം അകലെയാണ് ഈ മുനിത്തടം ക്ഷേത്രമുള്ളത്. ആ മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്താണ് ഇപ്പോൾ ആനയ്ക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ചികിത്സയുടെ വിവരങ്ങൾ അതാത് ഘട്ടങ്ങളിൽ വനം വകുപ്പ് നമ്മളെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രിപ്പ് ഉൾപ്പെടെയുള്ള നൽകും. ആ പഴുപ്പ് നീക്കം ചെയ്യണമെങ്കിൽ അത് നീക്കം ചെയ്ത ശേഷം മരുന്ന് വയ്ക്കാനും മറ്റു ഇഞ്ചക്ഷനോ മറ്റോ ഡ്രിപ്പോട് കൂടിയുള്ള ഡ്രിപ്പ് വഴിയുള്ള മരുന്ന് ഇഞ്ചക്ഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ചികിത്സ നടപടി എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോ 2 മണിക്കൂറോ സമയം കൊണ്ട് ഏറെക്കുറെ ആ ചികിത്സയുടെ മരുന്ന് നൽകുന്നത്, ആ ചികിത്സാ നടപടികൾ പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അപ്പോഴേക്കും ആന മയക്കം വിട്ട് ഉണരുന്നതിന് മുൻപ് തന്നെ ഈ ചികിത്സ പൂർത്തിയാക്കി വിടേണ്ടതുണ്ട്. സ്വാഭാവികമായി തന്നെ ആന പതിയെ കാട്ടിലേക്ക് വിട്ട് നൽകാനാണ് സാധ്യത. മറ്റെന്തെങ്കിലും തീരുമാനത്തിൽ മാറ്റമുണ്ടെങ്കിൽ വനംവകുപ്പ് നമ്മളെ അറിയിക്കും. വർഷ